അമ്മ നമ്മളെങ്ങനെ പോണേ ഉർവശിനെ കാണാൻ. അപ്പം നിങ്ങൾ വിചാരിക്കും ഞങ്ങൾ വല്ല സിനിമ കാണാനാണെന്ന്. പക്ഷെ അല്ല, ഞങ്ങൾ പോകുന്നത് നവാമുകുന്ദ ക്ഷേത്രത്തിലേക്കാണ്. അപ്പം ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ ഒരു സംഘനൃത്തമായിരുന്നു. അപ്പം ഞങ്ങൾ വിചാരിച്ചു അമ്പലത്തിലൊക്കെ ഒന്ന് പോയി തൊഴുതിട്ട് വരാമെന്ന്. ഞങ്ങൾ തിരിച്ച് ഞങ്ങൾ അമ്പലത്തിൽ പോയി നല്ല ദീപങ്ങളൊക്കെ തെളിയിച്ച് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. അതിമനോഹരമായിട്ട് എല്ലാ വിളക്കും തെളിയിച്ച് നല്ല സന്തോഷമായി തൊഴുതിറങ്ങി. അപ്പോൾ ഞങ്ങൾ ആനയെ ഒന്ന് കാണാൻ വിചാരിച്ചു. അതായത് ആന നമ്മളെ വിഷ്ണുവാണ്. ഞങ്ങളെ കണ്ട് നല്ല ചെവിയൊക്കെ ഇങ്ങനെ ആട്ടി നല്ല പട്ടൊക്കെ തിന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ തിരിച്ചിറങ്ങിയപ്പോൾ അമ്പലത്തിൽ ഇങ്ങനെ കുറേ ചിത്രപ്പണികളും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കുറേ നേരം ഞങ്ങൾ നോക്കി നിന്ന്. പിന്നെ ഞങ്ങൾ പോയപ്പോഴത്തേക്ക് ഞങ്ങളുടെ സീറ്റൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഫുൾ ആൾക്കാരായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ അടുത്ത പരിപാടി പറഞ്ഞാൽ ഒരു കൈക്കൊട്ടിക്കളിയായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അങ്ങനെ അതൊക്കെ കണ്ട് ഞങ്ങളിങ്ങനെ കുറച്ച് നേരം ഇരുന്നപ്പോഴത്തേന് ഇങ്ങനെ ഉർവശി മാഡത്തിനെ വെയിറ്റ് ചെയ്തിരിക്കുന്നു. അങ്ങനെ പെട്ടെന്ന് ഉർവശി മാം വന്നു. ഒരു സന്തോഷത്തിൽ എല്ലാവരും കൂടി കസേരയിൽനിന്നൊക്കെ നീച്ച് അതാ ചാടി നീക്കുന്നു. ഓരോരുത്തർ ഫോട്ടോ എടുത്ത്. പിന്നീട് മാഡത്തിന് പുരസ്കാരം കൊടുക്കുന്ന ചടങ്ങായിരുന്നു. പ്രഥമ നവാമുകുന്ദ കീർത്തി പുരസ്കാരം മാഡത്തിന് സമർപ്പിച്ചു. അതിനുശേഷം മാഡത്തിൻ്റെ ഒരു പ്രസംഗം ഉണ്ടായിരുന്നു. അതൊക്കെ വെയിറ്റ് ചെയ്ത് ഞങ്ങളിനി മാം പോകുന്നത് കാണാമല്ലോ വിചാരിച്ച് വേഗം തന്നെ പോയി. അങ്ങനെ മാമിനെ കണ്ടു. യാത്രയ്ക്ക് ടാറ്റൊക്കെ തന്നു ഞങ്ങൾക്ക്. പിന്നെ ഞങ്ങൾ വീട്ടിൽ പോകാൻ വിചാരിച്ചു. അപ്പോൾ ഗൈസ് ഞങ്ങൾ വീട്ടിൽ പോയി. ഇനി അടുത്ത വീഡിയോയുമായി ഞങ്ങൾ നാളെ വരാം.